പ്രിയരെ നമസ്കാരം. അത് ആലപ്പുഴ ജില്ലയിലെ ഒരു ഫേമസ് ആയ തബല റിപ്പയർ, തബല, മൃദംഗം, ഹാർമോണിയം ഒക്കെ ശരിയാക്കുന്ന ഒരു കലാകാരൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ബഹുമാന്യനായ കലാകാരനാണ്, കൊടുപ്പിൻ്റെ രഘു എന്ന് പറയും. അങ്ങോട്ട് പോവാം. അറിയാതെ നല്ല വഴിയല്ലേ, രസമുണ്ടല്ലേ ചേട്ടാ. നമസ്കാരം. നമ്മുടെ ഈ കൊടുപ്പിന്റെ രഘു എന്ന് പറയുന്നത് മറ്റേ തബല കിട്ടുന്ന. ഓക്കെ, ചേട്ടൻ്റെ പേരെന്താ? ലാല്. ഓക്കെ, ഇതല്ലേ? ഹലോ. ആ നമസ്കാരം. നമസ്കാരം മാഷെ. ആ ഇറങ്ങാവോ? പ്രിയമുള്ളവരെ, ഇത് കൊടുപ്പിൻ്റെ രഘു മാഷ്. നിങ്ങൾ മാഷിനെ അന്വേഷിച്ച് വന്ന ഇത് ഞാൻ അറിഞ്ഞതെങ്കിൽ എൻ്റെ തബലയൊക്കെ ഇവിടെ എല്ലാം റെഡിയാക്കത്തുള്ളായിരുന്നു. അപ്പം നമുക്ക് മാഷിൻ്റെ എത്ര വർഷമായി തുടങ്ങിയിട്ട്? 45 കൊല്ലമായോ? ആണോ? 45 വർഷമായല്ലേ? അപ്പം ഒരുപാട് 15 വയസ്സിൽ. ഓക്കെ, ഞാനും വന്നത് പഠിച്ചെന്ന് എനിക്കും 10 രൂപ കാശ് ഉണ്ടാക്കാറില്ലേ? അപ്പം നമുക്ക് മാഷിൻ്റെ തബല, ഹാർമോണിയൊക്കെ റിപ്പയർ ചെയ്യുന്ന ആ വർക്ക് ഏരിയയിലേക്ക് ഒന്ന് പോവാം. ആ കൊള്ളാലോ. ഇത് വരവും പൊട്ടണം അല്ല? അത് മാഷ് തന്നെ തോല് ചോറല്ലേ? ഇത് നാഗത്തേടാണ് അല്ലല്ലേ? ഇത് മാഷിന്റെ തന്നെയാണ്? അല്ല, മാഷിന്റെ തന്നെയാണ് ഈ പോത എല്ലാം? വരവ് പോത അല്ല, എല്ലാം മാഷിന്റെ. ഇത് തോലല്ലേ? അതല്ലേ? കൊള്ളാലോ. ആ, ശ്രുതി കൂട്ടിയിട്ടില്ലല്ലേ? ഈർലി അല്ലേ? ആ, ഇത് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ പാറല്ലേ? ആണല്ലേ? മാഷിത് എവിടുന്ന്? ആരാ ഗുരുനാഥൻ? മിത്രക്കരി കരുണാകരൻ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മള് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പണ്ടാണ്ട് പാർട്ടി പരിപാടിക്കേണ്ടത് ഞാൻ പറഞ്ഞു രാജഗുരു കർണാനെന്നാണ്. ഇത് നേരത്തെ വന്നതല്ലേ? ഓക്കെ, ഇത് മാഷിന്റെ നേരത്തെ പത്രത്തിൽ വന്നൊരു എന്താ വാർത്തയാണ്. വേങ്കട കലാകാരന്മാർക്ക് വിസ്മരിക്കാനാകില്ല. ഓ, സന്തോഷം. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെയല്ലേ ചുണ്ടമ്പള്ളം അതുകൊണ്ട് കണ്ടുപിടിച്ച് വേങ്കട നാരായണ പാർട്ടി. അപ്പൊ ഈ ഭാഗത്ത് നിന്നാണ് വേങ്കര നാരായണ ആചാരി അല്ലേ? വേങ്കര നാരായണ ആചാരി. അത് തന്നെയാണ് അച്ഛന്റെയും പേര്. അത് തന്നെയാണ് അച്ഛന്റെയും പേര്. അദ്ദേഹമാണ് ചുണ്ടമ്പള്ളം അല്ലേ? പണ്ടത്തെ പുള്ളിയാ ചുണ്ടമ്പള്ളം പണിത്. എന്റെ അച്ഛനും സ്വർണ്ണപ്പണിയായിരുന്നു. പക്ഷെ അത് അതിന്റെയൊക്കെ ഒരു ആധാരമായിരിക്കുന്ന ഒരാളാണ് അല്ലേ? ഇത് ഹാർമോണിയം നോക്കാവോ? കൊട്ടാ, കുഴപ്പമില്ലല്ലോ. അല്ല, ഞാനൊന്ന് എനിക്ക് വലിയ ആഗ്രഹം ഹാർമോണിയം. കുഴപ്പമില്ലല്ലോ, ഞാൻ നോക്കട്ടെ. ദൈവമേ, ഇത് റിപ്പയർ ചെയ്യാൻ കൊണ്ടുവന്നാണ് പക്ഷെ? ആണല്ലേ? നോക്കട്ടെ. എനിക്കങ്ങനെ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. നേരെ വെക്കാം. ഇത് ബ്ലീച്ച് ചെയ്യാനുള്ള അല്ലേ? ആ, അതല്ലേ.
വായിക്കാനും അല്ല ഞാൻ വെറുതെ നോക്കിയാ പക്ഷെ ഞാൻ അറിയത്തില്ല. വായിക്കാനും മാഷൊന്ന് വായിക്കാവോ? അപ്പൊ ഞാനും തബല വായിക്കാം. അപ്പോൾ ഓക്കെ മാഷെ, മാഷിനെ പരിചയപ്പെടാൻ സാധിച്ചാലും ഇവിടെ വരാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം. ഉടനെ തന്നെ ഞാൻ എൻ്റെ തബല സെറ്റുമായിട്ട് ഉടനെ തന്നെ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ മാഷിനെ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എന്ന് പറഞ്ഞേക്കാവോ? 97 45 82 70 95.